ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിംസിൽ സെക്കൻഡ് വേവ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇതിനു മുമ്പ് ഫസ്റ്റ് വേവ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ സെക്കൻഡ് വേവ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ 2015 തൊട്ടിങ്ങോട്ട് 2019 സ്പിരിച്വൽ അവേക്കനിങ്ങിലാണെന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് അവരുടെ ഇന്നർ വർക്കിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്ന ട്വിൻ സോൾസിനെയാണ് ആ ഒരു സെക്കൻഡ് വേവ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് കളക്റ്റീവായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് അവരുടെ കൗണ്ടർ പാർട്ടിനെ വളരെ കുഞ്ഞുനാളിലെ അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ സ്കൂളിങ്ങിലൊക്കെയും കണ്ട് പരിചയപ്പെട്ട് പിന്നെ അവിടെ ഒരു സെപ്പറേഷൻ ഫേസാണ് അവേക്കനിങ്ങിൽ വരുന്നതിന് മുമ്പ് തന്നെ അതായത് ഒരു അട്രാക്ഷൻ തോന്നിയിരിക്കാം. അത് കഴിഞ്ഞ് ആ ഒരു സെപ്പറേഷൻ വരുമ്പോൾ രണ്ട് കൗണ്ടർ പാർട്സും, അതായത് ഇവിടെ ഫെമിനൈൻ എനർജിയും മസ്കുലൈൻ എനർജിയും അവരുടെ ലൈഫിൽ കാർമിക് പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കർമ്മയെ ക്ലിയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ മാക്സിമം അവരുടെ 30s അല്ലെങ്കിൽ 40s ഇവിടെ ഒരു റിയലൈസേഷൻ സെക്കൻഡ് വേവ്സിൽ ഇൻ പെർട്ടിക്കുലറായിട്ട് നടക്കുന്നത്. ലൈക്ക് ഞാൻ ഈ ഒരു ജേർണിയിലാണെന്ന് ആൻഡ് അവിടുന്ന് അങ്ങോട്ട് സ്പിരിച്വൽ അവേക്കനിങ് നടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വേവ്സിൽ അല്ലെങ്കിൽ സെക്കൻഡ് വേവ്സിൽ കളക്റ്റീവായിട്ട് പറയുമ്പം എഗെയിൻ കാർമിക് ക്ലിയറൻസ് തന്നെയാണ് മേജറായിട്ട് ഉള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൽ ഒത്തിരി ഹീലേഴ്സും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് പറയുമ്പം നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചുള്ള വിസ്ഡം നമുക്ക് കാണാൻ കഴിയുന്നത് മേ ബി ഒരു 2020 ഒക്കെ കഴിഞ്ഞിട്ടാണ്. അതായത് 22 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരിയായി ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും കണ്ടൻറ്റും ഒക്കെ. പക്ഷേ 2020 ആയപ്പോഴത്തേക്കും അല്ലെങ്കിൽ 1920 ഒക്കെ ആയപ്പോഴത്തേക്കും കുറേയധികം വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു ജേർണീനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കും. അതായത് ആ ഒരു ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഹീലേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും ഈ ഒരു സെക്കൻഡ് വേവ്സിൽ നിന്നായിരിക്കും. ഈ ഒരു കാറ്റഗറിയിൽ ഹെവി കർമ്മ ബാഗേജ് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് കളക്റ്റീവിൽ ഇവരുടെ ഒരു ടാസ്ക്. അതുകൊണ്ട് തന്നെ രണ്ട് കൗണ്ടർ പാർട്സും അവരവരുടെ കാർമിക് പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുകയും കർമ്മ ക്ലിയറൻസ് ചെയ്യുകയും അവിടെ നിന്നൊരു സെപ്പറേഷൻ വരികയും എഗെയിൻ അവരവരുടെ സോൾ പർപ്പസിൽ നിന്നുകൊണ്ട് സറണ്ടർ സ്റ്റേജിൽ വരികയുമാണ് ആക്ച്വലി ഈ ഒരു ജേർണിയിൽ അല്ലെങ്കിൽ ഈ ഒരു കളക്റ്റീവായിട്ടുള്ള സെക്കൻഡ് വേവ്സിൽ നടക്കുന്നത്. ഇവർ ഹീലേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ കളക്റ്റീവായിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് വേവ്സിൽ ഈ ഒരു കൊണ്ടുവന്നിട്ടുള്ള ഒരു വിസ്ഡത്തിന്, അതായത് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്ന ഒരു വിസ്ഡം ആവാം, അല്ലെങ്കിൽ ഹീലിങ്ങിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ മദർ എർത്തിൻ്റെ സംരക്ഷണമാവാം. ഇതിനെയൊക്കെയും ഈ ഒരു ഗ്രിഡ്സിനെ ഭൂമിയിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് വേവ്സിലുള്ള ട്വിൻ ഫ്ലെയിംസ് കൊണ്ടുവന്ന ലൈറ്റിനെ ഭൂമിയിലേക്ക് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പർപ്പസ് ഉണ്ടെന്നും ട്വിൻ ഫ്ലെയിംസിനൊരു പർപ്പസ് ഉണ്ടെന്നും ആ പർപ്പസ് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ ഉള്ള ആ പാത്ത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് സെക്കൻഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ മേജറായിട്ട് കളക്റ്റീവിലുള്ള ഒരു ടാസ്ക്. അതിൻ്റെ കൂടെ തന്നെ കാർമിക് ക്ലിയറൻസ് നടക്കുമെന്നും സൊസൈറ്റി പാറ്റേൺസിൻ്റെ അനുസരിച്ചല്ലാതെ റിയലായിട്ടുള്ള ഒരു ട്രൂത്ത്ഫുൾ ലൈഫ് നമുക്കൊക്കെയും, അതായത് ട്വിൻ ഫ്ലെയിംസ് എന്ന ഒരു കളക്റ്റീവ് മാധ്യമത്തിൻ്റെ ത്രൂ, ആ ഒരു കളക്റ്റീവ് എനർജീൻ്റെ ത്രൂ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാനും ഈ ഒരു ട്വിൻ ഫ്ലെയിംസിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു പർപ്പസാണ്. ഈ ഒരു വേവ്സിൻ്റെ ട്വിൻ ഫ്ലെയിം യൂണിയൻ എന്ന് പറയുന്നത് മേജർലി, അതായത് ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ കളക്റ്റീവായിട്ടുള്ള സെക്കൻഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ജേർണിയിലുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അവരുടെ ആ ഒരു ഏജ് എന്ന് പറയുന്ന കാറ്റഗറീനെ
മൈൻഡ്ഫുള്ളി അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ടാസ്കുകളിലൊന്ന്. ആൻഡ് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫിസിക്കൽ യൂണിയൻ അടക്കം നടക്കും, അല്ലെങ്കിൽ ഓൾറെഡി നടന്നിട്ടുണ്ട്. 2015 തൊട്ടിങ്ങോട്ടുള്ള ട്വിൻ ഫ്ലെയിംസിൻ്റെ പലരുടെയും ഒരു പെർമനൻറ്റ് 3D യൂണിയൻ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. അപ്പോൾ ഇതൊക്കെയും എഗെയിൻ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണീക്കായിട്ടുള്ള സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ചാണ്. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള സെക്കൻഡ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ടാസ്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള കാർമിക് ക്ലിയറൻസ്, തോട്ട് പാറ്റേണിൽ ചേഞ്ചസ് കൊണ്ടുവരിക, അതേപോലെ തന്നെ ഫസ്റ്റ് വേവ് ട്വിൻ ഫ്ലെയിംസ് കൊണ്ടുവന്ന ലൈറ്റ് ഗ്രിഡ്സിനെ മദർ എർത്തിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, ഹീലിംഗ് അല്ലെങ്കിൽ ഒക്കൾട്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സ്പ്രെഡ് ചെയ്യുക. ഇത്രയുമാണ് മേജറായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് സെക്കൻഡ് വേവ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആകാശിക് റെക്കോർഡ്സിൻ്റെ ലെവൽ 1 ക്ലാസ്സസ് ജാനുവരി 4 തൊട്ട് സ്റ്റാർട്ടാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോൾസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വോംബ് ഹീലിങ്ങിൻ്റെ ഒരു 3 ഡേ വർക്ക്ഷോപ്സ് ജാനുവരി 19 തൊട്ട് സ്റ്റാർട്ടാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.